DNA അഥവാ നിമിഷ സജയൻ, ഡയറക്ടർ പ്ലസ് ആക്ടർ ബാലാജി ശക്തിവേൽ പ്രൊമനന്റ് റോൾസിൽ വന്ന ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ്. സിനിമ ക്രൈം ത്രില്ലർ ആണെങ്കിലും ആദ്യത്തെ ഒരു ഇനിഷ്യൽ സീക്വൻസിന് ശേഷം വരുന്ന നായകന്റെ ഇൻട്രോ ഒരു ബാറിൽ വെച്ചാണ്. സോ ആ ഒരു വൈൻ ഷോപ്പിൽ വെച്ച് നടക്കുന്ന ഈ ഒരു നായകന്റെ ഇൻട്രോയിൽ അടുത്തത് നായകന്റെ ഡാൻസ് ആണ്. പിന്നെ അങ്ങോട്ട് നായകൻ എന്തുകൊണ്ടാണ് ഈ ഒരു ഡ്രങ്കേഡായി മാറിയത്, അതിന്റെ റീസൺ എന്താണെന്ന് പറയുന്നുണ്ട്. പിന്നെ നായികയെ കാണിക്കുന്നു, നായികയുടെ മെന്റൽ ഇൽനെസ് കാണിക്കുന്നു, പിന്നെ ഇവയുടെ കല്യാണം കാണിക്കുന്നു. സോ ഇതും പിന്നെ ആ ഒരു റെലവൻസ് സിനിമയുടെ സ്ക്രിപ്റ്റിൽ കൊടുക്കുന്നില്ല എന്നുള്ളത് ഈ ഒരു മൂവിയുടെ പ്രധാന പ്രശ്നമാണ്. ആദ്യത്തെ 10-25 മിനിറ്റ് ഇങ്ങനെ തന്നെ പോകുന്നുണ്ട്. സോ അതിനുശേഷമാണ് കഥയിലോട്ട് കിടക്കുന്നത്. അപ്പോൾ സിനിമ ഒരു ഗംഭീരമാവും നമ്മൾ വിചാരിക്കും. പക്ഷെ അതിലൊരു മെയിൻ ക്യാരക്ടർ, അവിടെ ഈ ഒരു മെയിൻ ഡോക്ടർ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ പറയുന്ന ഡയലോഗ് ഉണ്ട്. ഈ ഒരു കുട്ടിക്ക് ഇങ്ങനെയുള്ള ഒരു മെന്റൽ ഇൽനെസ് ഉള്ളത് കൊണ്ട് സോ ഇങ്ങനെ ഒരു സ്റ്റേറ്റിലോട്ട് പോയി കാണാമെന്നുള്ളത്. അപ്പോൾ നമ്മളൊരു പുതുമയുള്ള സംഭവം പ്രതീക്ഷിക്കും. പക്ഷെ ഇവിടെ ആ ഒരു പുതുമയുള്ള സംഭവം കൊണ്ടുവരാൻ ഇവിടെ ആ ഒരു മേക്കേഴ്സ് റെഡി അല്ല എന്നുള്ളതാണ് ഈ ഒരു സിനിമ കാണിക്കുന്നത്. നായകന്റെ ആദ്യത്തെ സീനിൽ വന്ന ഡാൻസ് സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ ഒരു ഐറ്റം ഡാൻസ് വരുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു സിനിമയുടെ വലിയൊരു നെഗറ്റീവാണ്. ഇതുപോലൊരു ക്രൈം ത്രില്ലർ എലമെന്റ്സ് ഉള്ള മൂവിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ബ്രില്യൻ റൈറ്റിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കിടിലം മേക്കിങ്ങോ ഈ ഒരു സിനിമ ഓഫർ ചെയ്യുന്നില്ല. അതെല്ലാം നോക്കുകയാണെങ്കിൽ മെയിൻ സ്ട്രീം തമിഴ് സിനിമയുടെ ടെംപ്ലേറ്റിൽ തന്നെ എലമെന്റ്സ് വെച്ച് പോകുന്ന മൂവിയാണ് DNA. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം.